കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വേദിയാണ്. എത്രയോ അധികം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന നിയമസഭാ വേദിയിൽ UDF വളരെ നിഷേധാത്മകമായ നിലപാടാണ് നിയമസഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നവും ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ല. സഭാന്തരീക്ഷം അലങ്കോലമാക്കി തെരുവ് ചട്ടമ്പികളെ പോലെ അവർ പെരുമാറുകയാണ്. അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പീക്കർക്ക് നേരെ ഉണ്ടായിട്ടുള്ള കടന്നാക്രമണ ശ്രമങ്ങൾ. ഇതെല്ലാം ഇന്ന് കേരളത്തിന് മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വിഷയമാവുകയാണ്. ശബരിമല പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശബരിമല പ്രശ്നത്തിലുള്ള അന്വേഷണത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് തുടരുന്നത്. ഹൈക്കോടതിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി പ്രശ്നം അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. SITയെ നിശ്ചയിച്ചപ്പോൾ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചപ്പോൾ അതിലുള്ള അംഗങ്ങളെപ്പോലും ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചത്. ഹൈക്കോടതി ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അഭിപ്രായം പറയുകയുണ്ടായി. ഹൈക്കോടതി പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും സത്യസന്ധമായി അന്വേഷിച്ച് നിലപാടുകൾ സ്വീകരിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥരെയാണ് SITയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതി സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്കും ഹൈക്കോടതിയുടെ നിലപാടുകൾക്കും വിരുദ്ധമാണ് UDF ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം. അതാണ് നിയമസഭയ്ക്ക് മുമ്പിൽ നാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും നിയമസഭ ശരിയായ നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ പ്രതിപക്ഷം സഹകരിച്ചില്ല, UDF സഹകരിച്ചില്ല. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ തുടരുകയാണ്. എവിടെ നിന്നോ കിട്ടിയ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണോ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ നിലപാടുകളെടുത്ത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണാനുഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ജനങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമനുഭവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഓരോ നടപടികളും മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ജനക്ഷേമ നടപടികൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് കളവ് പ്രചരിപ്പിക്കുക, അതിൻ്റെ നേതൃത്വം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുക, ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ പോലും പരിഗണിക്കാതെ ഗവൺമെൻറ്റിനെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ, മന്ത്രിമാരെ ആക്ഷേപിക്കാനും അവരെ അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള നിലപാടാണ് ഇവർ തുടർച്ചയായി സ്വീകരിക്കുന്നത്. ഇത് ജനങ്ങൾ തള്ളിക്കളയും. ഇത്തരം തെറ്റായ നിലപാടിനെ ജനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള നിലപാടുകൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി പ്രശ്നത്തിൽ ഗവൺമെൻറ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ അന്വേഷണ നടപടിയുടെ ഭാഗമായി വീണ്ടെടുക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളി ഇടപാടുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത ഒരാളെപ്പോലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സംരക്ഷിക്കില്ല. ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ നടപടിയെ ഇപ്പോഴും കേരള ഗവൺമെൻറ് അംഗീകരിച്ച് അതിന് സഹായകരമായ നിലപാട് തന്നെയാണ് തുടരുന്നത്.
നിയമവ്യവസ്ഥ പാലിച്ചുകൊണ്ടുള്ള എല്ലാ നടപടിയും സ്വീകരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സന്നദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ കേരളത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ വിശദീകരിക്കുന്ന 3 പ്രചരണ ജാഥകൾ കേരളത്തിൽ നടക്കുകയാണ്. 16-ാം തീയതിക്കുള്ളിൽ ഈ ജാഥകളെല്ലാം സമാപിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുമായി കൂടുതൽ സംവദിച്ചുകൊണ്ട് കൂടുതൽ ആശയവിനിമയം നടത്തിക്കൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൂടുതൽ ശക്തമായി നിറവേറ്റാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടരുകയും 3ാം ഗവൺമെൻറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എത്തിച്ചേരുകയും ചെയ്യും എന്നത് തന്നെയാണ് ഇന്നത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഇതാണ്